ഞാനെന്നാൽ ലൊള്ളമോൾ പോയപ്പോൾ 2 പിള്ളേരെ കണ്ടോ, കൊച്ചു പിള്ളേരാണോ. അവിടെ ചോദിച്ചു ചേത്തൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ചേത്തൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ന്യൂസ് കാണാറുണ്ടോയെന്ന് ചോദിച്ചു. അത് കാണാറുണ്ടെന്ന് പറഞ്ഞു. പത്രം വായിക്കാറുണ്ടോയെന്ന് ചോദിച്ചു. വായിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ചേത്തൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ഞങ്ങളിങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ സാധനമാണ് ഫോളോ ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പിള്ളേരാണ്, അവർ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണേ. അപ്പോൾ അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനത്തെ വാർത്തയൊക്കെ ഉണ്ടാകുന്നതിനെ പറ്റി ചുമ്മാ ചോദിച്ചു, ഞങ്ങൾ ഇന്നെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഒരാളെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് അറിയത്തില്ല, അവരിത് ശ്രദ്ധിക്കുന്ന ആൾക്കാരല്ല. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ വാർത്തകൾ കേരളത്തിലുണ്ടായാലും അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ വേറെ എന്താ ശ്രദ്ധിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയാണ് കൂടുതൽ? അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലാവുമ്പോൾ ശരിയാണല്ലോ, അവിടെ ഭയങ്കര യൂത്താണ്, ഫേസ്ബുക്കിലെല്ലാം അമ്മാവന്മാരാണ്, യൂട്യൂബിലാണ് എന്തോ അലമ്പാണെന്നൊക്കെ ഉള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിനൊരു കുഴപ്പമുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഈ പിള്ളേർ ഞങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫാഷൻ അല്ലെ മേക്കപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് അവർ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ അങ്ങനത്തെ ഒരു സാധനം ഫോക്കസ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ ഇതേപോലത്തെ പേജസിൽ പോയി ഫോളോ ബട്ടൺ നിൽക്കുന്നു, പിന്നെ ഇതേപോലെ തന്നെ പ്രോഡക്റ്റ്സ് വരുന്നതെല്ലാം ഞെക്കി കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള വ്ളോഗ്സ് വരും. അങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താണോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് അത് കാണിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ അപ്പോൾ ആലോചിച്ചത്, ഇത് സ്കൂളിൽ തൊട്ട് പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ കൂടുതലും ഇമാതിരി സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവരറിയാതെ അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കണ്ടങ്ങ് ഇരിക്കും. ഒരു നല്ല പ്രായത്തിൽ പുറത്ത് കിടന്ന ഒരു സംഭവം അറിയാണ്ടൊക്കെ ആയി പോകും ചിലപ്പോൾ. ഞാൻ എൻ്റെ ഈ സംഭവം അറിയണോ എന്നല്ല പറയുന്നത്, അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ന്യൂസ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഒരു ചാനൽ ഫോളോ ചെയ്ത് വെക്കണം. പിന്നെ ഇപ്പോൾ ജോഗ്രഫി, നാഷണൽ ജോഗ്രഫി പോലത്തെ ചാനലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ അഡ്വഞ്ചർ അങ്ങനെ, പിന്നെ ഹിസ്റ്ററി, പിന്നെ സയൻസ് റിലേറ്റഡ്, മെഡിക്കൽ റിലേറ്റഡ്, പിന്നെന്താ പെറ്റ്സ്, അങ്ങനത്തെ ഓരോരോ ടൈപ്പ് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക്. പിന്നെ വണ്ടിയും ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ടെക്നോളജി, ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് ഉള്ള പ്രൊഫൈൽസ് ഫോളോ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇടയ്ക്ക് കയറി കാണുകയും വേണം ഇവിടെ എന്താ നടക്കുന്നത്, ടെക്നോളജി എവിടെ വരെയായി, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ. പിന്നെ വ്ളോഗുകൾ, അത് പല ടൈപ്പ് വ്ളോഗ്സ് ഉണ്ടല്ലോ, ഏതൊക്കെ ടൈപ്പ് വ്ളോഗ്സാണ് ഉള്ളത്. മ്യൂസിക് റിലേറ്റഡ് കുറേ സാധനങ്ങൾ ഫോളോ ചെയ്യണം, സിനിമ ഫോളോ ചെയ്യാം. അത് ഇൻട്രസ്റ്റ് മാത്രം നോക്കി ചെയ്യരുത്. ന്യൂസ് എന്താണല്ലോ അത്യാവശ്യം ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അഡ്വഞ്ചേഴ്സ് ഒക്കെ നല്ലതാണ്, മനസ്സിലായി. സ്പോർട്സ് ആൻഡ് ഗെയിംസ്. മാക്ക് നീ എന്തൊക്കെയാണ് ഫോളോ ചെയ്തേക്കുന്നത്? ഞാനധികം വേൾഡ് ന്യൂസ് നോക്കും. എങ്ങനെ വേൾഡ് ന്യൂസ് നോക്കും? അതെന്തിനാ നീ നോക്കുന്നത്? കേരളത്തിന് അത്ര വേൾഡ് ന്യൂസിലോട്ട് പോകും. കേരളത്തിലെ ന്യൂസ് പോരെ, പീഡനമല്ലേ, അതുകൊണ്ട് ഇപ്പൊ പീഡനമായതുകൊണ്ട് ഞാനൊന്ന് ലോക വാർത്തയിലോട്ട് മാറി. ലോകത്തിലൊന്നും പീഡനം നടക്കുന്നില്ല, അവിടെ ഇങ്ങനെ വാർത്തകൾ കാണുന്നില്ല. ഇല്ല, മറ്റു വാർത്തകളും കാണുന്നില്ല, ഇത്തിരി പീഡനങ്ങളൊന്നും കാണുന്നില്ല. UK, US, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്ക് നീ എത്തി നോക്കുമ്പോൾ നീ അവിടെ കാണുന്നത് അവിടുത്തെ ഒരു സ്റ്റേറ്റിലോ കൗണ്ടിയിലോ ഒന്നും തന്നെ ഇങ്ങനെ സിനിമാടികളെയൊക്കെ പീഡിപ്പിക്കുന്ന നടന്മാരൊന്നും കാണുന്നില്ല. ഓസ്കാർ അവാർഡ് മേടിച്ച നടന്മാർ. പക്ഷേ ജോണി ഡെപ്പിന്റെ ഒരു കേസ് വന്നായിരുന്നു. പക്ഷെ അത് ജോണി ഡെപ്പാണ് ആ കേസ് ജയിച്ചത്. അതിന്റെ ട്രയൽ വരെ നമുക്ക് കാണാൻ പറ്റി അല്ലേ? പക്ഷെ ഇവിടെ റിപ്പോർട്ട് ഇറക്കിയിട്ട് അത് കാണാൻ പറ്റുന്നില്ല. ജോണി ഡെപ്പിന്റെ ട്രയലൊക്കെ നമുക്ക് കാണാം, അവിടുത്തെ കോടതി വരെ നമുക്ക് ലൈവിൽ കാണാം. അത് ലോകം മുഴുവൻ കാണും. പക്ഷേ ഒന്നും കാണുന്നില്ല. അത് നമ്മുടെ നാടിന്റെ ഒരു ഗതികേടാണ്, നമുക്ക് നഷ്ടമാകുന്ന ചില കാര്യങ്ങളാണ്. ഈ നാട്ടിലെ കളവ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതൊക്കെ ട്രാൻസ്പെറൻസിയുടെ ഭാഗമാണ്. ഈ കോർട്ട് ട്രാൻസ്പെറന്റ് ആവുന്ന കാണുന്നത്. ഫുള്ളി ട്രാൻസ്പെറന്റ് അല്ല, ഒരു ട്രയൽ വരെയൊക്കെ അവർ പൊതുജനത്തിന് കാണാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ FIR ചോദിച്ചാൽ പോലും കിട്ടാത്ത സ്റ്റേഷൻ, കംപ്ലൈന്റ് എന്താണെന്ന് ചോദിച്ചാൽ അറിയാത്ത, പരാതി എന്താണെന്ന് ചോദിച്ചാൽ പറയാത്ത പോലീസുകാരും എല്ലാം നിഗൂഢതയും രഹസ്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നു. എന്തിനാണ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് വെച്ചാൽ അത് പറയത്തില്ല. അത് ഭയങ്കരമായ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് മൊത്തം ചെയ്യുന്നത് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ്. വണ്ടി കയറാ അങ്ങോട്ട് പോട്ടെ, നീ ആടാന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പ് പോലീസൊക്കെ ബാക്കിയുണ്ട് ഇവിടെ. അവരെ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അവർക്ക് അറിയത്തില്ല ശരിക്കും എന്താന്നുള്ളത്. കാരണം ഈ കൂടുതൽ പോലീസുകാരും ഈ പറഞ്ഞ ലോകവിവരമൊന്നുള്ളവരൊന്നും അല്ല. അത് നമുക്ക് അവരുടെ ഇടപെടൽ കണ്ടാൽ മനസ്സിലാവും, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. പിന്നെ ചിലർ കേൾക്കാൻ പോലും തയ്യാറല്ല, അറഗൻസ് കാരണം അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇവരും ഈ പറഞ്ഞ പോലത്തെ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ എന്താന്ന് വെച്ചാൽ അവർ ഈ മൊത്തം ഒന്ന് കയറി നോക്കി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുന്ന നല്ലതായിരിക്കും. കാരണം ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതിനെന്താ സമയമില്ല. ഇവരിവിടുത്തെ കൂറ വീഡിയോ എല്ലാം കാണുന്നുണ്ടാവേ. സഞ്ജു ടെക്കിയുടെ കാറിനകത്ത് വെള്ളം നിറച്ചവരെങ്ങനെ തൊപ്പിയുടെ വീഡിയോ എങ്ങനെ കണ്ടു ഇവര്?
അവർ ഈ അളിഞ്ഞ വീഡിയോ എല്ലാം കാണുന്നുണ്ടല്ലോ, പിന്നെന്താ ഈ വീഡിയോകൾ കണ്ടാലും. ഞാൻ ഇവിടുത്തെ ഇവന്മാരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പോലീസുകാര് സഞ്ജു ടെക്കി എന്ന് പറഞ്ഞൊരുത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവന്റെ വണ്ടിക്കകത്ത് വെള്ളം ഉണ്ടെന്ന്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. അല്ല MDMA ആണേ പോലും എനിക്കൊരു കണക്കില്ലേ, ഇത് വെള്ളം മദ്യം. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്ന വാർത്തകളൊക്കെ. റോട്ടിൽ കുറച്ച് വെള്ളം വീണു, അതാണ് പ്രശ്നം. അത് വലിയ വിഷയമായി. അങ്ങനെ ഭയങ്കര ആജീവനാന്തം പൊട്ടിക്കിടന്നിട്ട് ഇവിടെ ഇത്രയും വെള്ളം കിടപ്പുണ്ട്, എന്തെങ്കിലും ചെയ്യാവോ? മുഴുവൻ മുങ്ങുവാ ഇവിടെ. ഇത് കണ്ട് ലുലുവിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് വെള്ളം മുങ്ങൂടെ. ഇവിടെ റോഡിലൊക്കെ അരയറ്റം വെള്ളം. ലുലുവിന്റെ ലൈസൻസ് കട്ടിയാണ് ആജീവനാന്തം. കാരണം അത് ഇപ്പുറത്തായിരിക്കും, ഈ റോഡിന്റെ ഇപ്പുറത്തിരിക്കുന്ന ലുലു. ഇവിടെ നോക്കി ഇത്രയും മനുഷ്യർ വരുന്നൊരു വഴിയാ, മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇടപ്പള്ളി വരുന്ന ലുലുവിലോട്ടും പിന്നെ അമൃതയിലോട്ടും. ഈ അമൃതയിലോട്ട് വഴിയാണ് ഈ വെള്ളത്തിൽ മുങ്ങുന്നത്. അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ആ സമയത്ത് അതുവഴി സഞ്ജു ടെക്കി ലൈസൻസ് റദ്ദാക്കണം. അത് തന്നെ, PWന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കുവാണെങ്കിൽ കൊള്ളാം. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്ത് എയർപോർട്ട് പോകുന്നവരുണ്ട്, എല്ലാം ഈ ജംഗ്ഷനിൽ നിന്ന് ഒത്തിരി പേര് പോകുന്നുണ്ട്. ഇവിടെ വെള്ളം പൊങ്ങും. അവസാനം നോക്കുമ്പോൾ അവിടെ ട്രാഫിക് പോലീസ് പോലും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടു, ട്രാഫിക് പോലീസ് ഇല്ല. നാട്ടുകാർ അവിടെ വന്ന് കൈകാലിട്ടടിച്ച് ഓരോരുത്തർ അങ്ങോട്ടാക്കുന്നു ഇങ്ങോട്ടാക്കുന്നു, ചിലർ സ്ലാബ് വലിച്ച് പൊക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഇതൊക്കെ നാട്ടുകാരുടെ പണിയാണ്. അതിനിടയിൽ ഒരുത്തരെങ്ങനെ കുഴി വിടാം, അവൻ ചാവും. ഇവിടെ കുളിച്ചാൽ പോലും അത് കെട്ടത്ത് പോലും. ഇവിടെ മുങ്ങിയ പൊങ്ങുന്നത് ആലുവ മറ്റേ മണപ്പുറത്തായിരിക്കും. അങ്ങനത്തെ അവസ്ഥയായി നാട്ടില്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇതെല്ലാം കൂട്ടി വായിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും പറയും, പോലീസുകാരെ നിങ്ങളോ വക്കീൽ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഇവിടുത്തെ ഈ ലോക്കൽ ചാനൽസ് കാണൽ മാത്രം പാടില്ല. അത് ഏത് സബ്ജക്റ്റ് ആണെന്ന് നോക്കരുത്. ജസ്റ്റ് ഒന്ന് ഞാൻ തന്നെ ചുമ്മാ എന്തൊക്കെയാ ഫോളോ ചെയ്തേക്കുന്ന വെച്ചാൽ എല്ലാം ഫോളോ ചെയ്തേക്കുക. കൊച്ചു പിള്ളേരെ അടക്കം ചാനൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. കാരണം നമുക്ക് ഇത് അറിയണമല്ലോ എന്തെങ്കിലുമൊക്കെ കൊള്ളാവുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ ഈ രാജ്യത്ത് മാത്രമല്ല, പല രാജ്യം, റഷ്യൻ ഭാഷയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവിടുത്തെ ചില കോമഡി ചെയ്യുന്ന ബ്ലോഗ്സ് ഒക്കെ നമ്മൾ വെറുതെ എടുത്ത് വെച്ചേക്കുക. ഇടയ്ക്ക് ഇത് സജഷനി വന്നോളൂ. പിന്നെ ഞാൻ എന്റെ ഇന്നത്തെ റേഡിയോ വാർത്തയല്ല, റേഡിയോ നല്ല പാട്ടുള്ള സാധനങ്ങൾ, പല ടൈപ്പ് സാധനങ്ങൾ, നല്ല കിടലം പാട്ടുകൾ. ഈ അളിഞ്ഞ റേഡിയോ, ഇവിടുത്തെ റേഡിയോ കേട്ട് കഴിഞ്ഞാൽ തലയിൽ പ്രാട് പിടിക്കുന്നത്. ഇവിടെ വാർത്ത മാത്രം വായിക്കുന്ന റേഡിയോ അവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഇവിടുത്തെ റേഡിയോ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ FM എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിനകത്തൊരു സാധനം ഇട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പ്രാന്തുള്ള ഈ വെല്ലടത്ത് നിന്ന് ഇടിച്ചു വരിക്കും. കാരണം അത്ര വിവരക്കേടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പകുതി എണ്ണം പറയുന്ന പൊട്ടത്തരങ്ങൾ, ഇവിടുത്തെ ഊളകൾ. പൃഥ്വിരാജിന്റെ പടം കണ്ടപ്പോൾ അവന് ഭയങ്കര രോമാഞ്ചം ഉണ്ടായിരുന്നു. ഇതൊക്കെ പറയുന്ന ഊളകളെ ഇവിടെ ഉള്ളത്. രാത്രി അതെ, രാധ വന്നു, രാധ അവിടെ ഇരുന്നു, രാധയോട് ഞാൻ സംസാരിച്ചു. ഇതൊക്കെ ഉണ്ടോ? കുറച്ച് സാഹിത്യം കൂടി വേണം, നമുക്ക് സാഹിത്യം കിട്ടുന്നില്ല. അയ്യോ കൊള്ള, ഇവനെ സാഹിത്യം കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇമാതിരി തൊലിഞ്ഞ പരിപാടിയും കണ്ടോണ്ടിരിക്കാതെ കുറച്ച് കൊള്ളാവുന്ന പരിപാടികൾ വേണം. നിങ്ങൾ ഞാൻ ചുമ്മാ അറിയാലോ, എനിക്ക് ഇഷ്ടം. ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ അങ്ങ് പോയെന്നേ, ഒരു ഫോൺ പോയതിന്റെ കുറെ ഒന്നും ഇല്ല കയ്യിലല്ലേ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പലരോടും ഞാൻ പറയുന്നുണ്ട് ഇതിനകത്ത് ഫോളോ ചെയ്യേണ്ട ഒരുപാട് സാധനങ്ങൾ. എനിക്ക് അതിന്റെ ഒന്നും ഓർമ്മയില്ലടാ. എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. നിനക്കറിയോ? എനിക്കറിയോ? പാസ്വേഡ് ഒന്നും അറിയത്തില്ല. നമ്പർ പോയി നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കാം. അതിപ്പോ നോക്കണ്ടതാ. എന്തിന് ഞാൻ ഫോളോ ചെയ്യുന്നത്? അത് വേണ്ടവനുണ്ട്, അതിപ്പോ എടുക്കണ്ട. അല്ല അത് കുഴപ്പമില്ല, ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അടിപൊളി പേര്. ഇത് ആളുകളെ ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ അത് ഓരോന്നും തുറക്കട്ടെ. ഒന്ന് ഒരു സാധനം ഫിറ്റ്നസ്, മൂവീസ് ഉണ്ട്. എന്റെ കൂടുതൽ പട്ടി, കുതിര. ഇതെന്ത് CMDY സെന്റർ, കോമഡി സെന്റർ, ബോഞ്ചെ, എൽവിസ് പ്രസ്ലി, ജസ്റ്റ് ഫ്രണ്ട്ലി ഡോഗ്സ്. പിന്നെന്താ ഗബ്രിയൽ വിറ്റുഷി, അയാൾ എന്തോ ആണെന്നോ ചെയ്തോണ്ടിരുന്ന ഞാൻ പറഞ്ഞു. മെറിടൈം നേഷൻ, ഓസം യൂണിവേഴ്സ്, ഇങ്ങനെ കുറെ ഉണ്ടോ. പിന്നെ ഒഫീഷ്യൽ OIM ബാക്കപ്പ്, അതാ കിടിലൻ. AI റിലേറ്റഡ് ഇങ്ങനെ കുറെ സാധനം ഉണ്ട്. റിയാൻ വില്യംസ്, ഇങ്ങനെ കുറെ ആൾക്കാരെ ചുമ്മാ ഞാൻ കേട്ടി കണ്ടപ്പോ ഇഷ്ടപ്പെട്ടതാ. തൻസീം ഞാൻ ഫോളോ മൈത്രേൻ, ഇങ്ങനെ കുറെ ഉണ്ട്. ഇതൊന്നും ഇതിനകത്ത് കണ്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് വേണേ എന്നോട് ഇൻസ്റ്റ ചോദിച്ചു ഞാൻ പറഞ്ഞു ആൾക്കാർക്ക് എല്ലാം സജസ്റ്റ് ചെയ്യും. ഇവരെ ഫോളോ ചെയ്യണമെന്നില്ല, അവര് ഇങ്ങനത്തെ റെഗുലർ വീഡിയോ കണ്ടെത്തുന്നത് വന്നോണ്ടേയിരിക്കും. പക്ഷേ ഇവര് ക്ലിക്ക് ചെയ്ത് കാണുന്ന കുഴപ്പമില്ല. ഇവർ ഈ ഫാഷൻ കണ്ടോണ്ട് ഇത് തന്നെ ചാടി വീഴും. ഇവർ ലോകം മുഴുവൻ ഫാഷൻ ആണെന്ന് വിചാരിക്കും. രണ്ട് ഫാഷൻ വീഡിയോ പിന്നെ 2 പ്രാവശ്യം സ്കിപ്പ് അടിച്ചാൽ മതി. എന്നാൽ ഇവര് ചെയ്യത്തില്ലോ. ഈ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇവര് നശിച്ചു പോകും. അതുകൊണ്ട് ടീച്ചേഴ്സ് സ്കൂളിൽ ശ്രദ്ധിക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടുത്തെ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ ആണ് സോഷ്യൽ മീഡിയ. പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇതാ. അപ്പൊ ആ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് കുറെ ഇൻഫർമേഷൻ കിട്ടും. അവർക്ക് പുറം ലോകമായിട്ട് ബന്ധം ഉണ്ടാവണം. അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് പറ്റിക്കാൻ കൊണ്ടുവന്ന് കുറെ പൊട്ട പ്രോഡക്ട്സ് കൊടുക്കുന്ന കമ്പനികളെ മാത്രമേ ഇവർ കാണുന്നുള്ളൂ പറഞ്ഞാൽ അതിലും വലിയ നാണക്കേട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേറെ ഉണ്ടാവുന്നില്ല. ലോകത്തുള്ള എല്ലാ സ്കൂളുകളിലും ചിലപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. എന്ത് കാണിക്കണം, എന്ത് കാണണമെന്ന് വരെ അവര് ചെയ്യാനും പഠിക്കുന്നുണ്ടാവും. ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയ മോശം പോലെ
ഇത് തൊടാൻ പാടില്ല, മൊബൈൽ എടുക്കാൻ പാടില്ല, മൊബൈൽ അവിടെ കൊണ്ടുപോകാൻ പാടില്ല, ഇവിടെ കൊണ്ടുപോകാൻ പാടില്ല, മൊബൈലൊക്കെ നോക്കുന്ന പിള്ളേർ മോശക്കാര്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും കേട്ടോ. ഇത് തിരിച്ചാ ചെയ്യണ്ടേ പൊട്ടന്മാര്. അവള് ടാബാണ്, അവർക്ക് അവന്റെ വീട്ടിൽ വൈഫൈ കണക്ഷൻ വരെ ഞാൻ വിളിച്ചു കൊടുത്തു. എല്ലാരും എന്നെ കുറ്റം പറയും. പക്ഷെ ഇവള് കാർട്ടൂൺ ഒന്നല്ല അധികം കാണുന്നത്, ഇവള് വേറെ കുറെ വീഡിയോസ് കാണുന്നത്, അധികം ഇൻഫോർമേഷൻ വീഡിയോസ് കാണുന്നത്. എടാ നീ അത് തന്നെ കാണിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ ഇത് മാറൂടാ, സ്റ്റാൻഡേർഡ് മാറൂടാ. ഇവളെ ഇടയ്ക്ക് ജോണർ മാറ്റും. അതല്ല, ഈ കുറെ ഈ കാർട്ടൂൺ നെറ്റ്വർക്ക് സാധനങ്ങളുണ്ട്, കാർട്ടൂണുകളില്ലേ ഇംഗ്ലീഷ്, മലയാളം ഒന്നും കാണിക്കരുത്. മലയാളം ചാനൽ അതാ പറഞ്ഞേ, ഇംഗ്ലീഷ് ചാനൽസ് കാണിച്ചാൽ എന്താ പറയുക പ്രത്യേകത, അതിനകത്ത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. അതുകൂടാതെ ഇവർ ഇതിനകത്ത് കൂടുതലും പഠിപ്പിക്കുക. ഇത് ഇവര് അങ്ങനത്തെ ചാനൽ പേരൊന്നും അറിയത്തില്ല, കാർട്ടൂൺ അല്ല അത്, മനുഷ്യന്മാരൊക്കെ തന്നെയാ. ഈ എന്തൊക്കെ എനിക്കൊരു പേര് അറിയത്തില്ല, കുറെ കുട്ടികള്. നമ്മളിപ്പോ കഴിഞ്ഞിടയ്ക്ക് കണ്ട പടം എന്താ പേര്, ഇൻസൈഡ് ഔട്ട്. ഇൻസൈഡ് ഔട്ട് 1 ഉം 2 ഉം കണ്ടു കഴിഞ്ഞാൽ 1 കാണുന്ന എത്ര 10 വയസ്സ് താഴെയുള്ള പിള്ളേരായിരിക്കും. പിന്നെ 10 മുകളിലോട്ട് 15-16 വയസ്സ് വരെ ഉള്ളവർക്ക് മനസ്സിലാക്കാനുള്ള സാധനങ്ങളാണ് ആ പ്രായത്തിലുള്ളവരുടെ മാനസികാവസ്ഥയെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന ഇൻസൈഡ് ഔട്ട് എന്ന് പറഞ്ഞ സിനിമ കാണിച്ച പ്രയോജനമുണ്ട്. അതിപ്പോ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഞാനും അങ്ങനെ വിചാരിച്ച സാധനമല്ല കാണണമെന്ന്, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. അവരുടെ ഫാമിലിയായിട്ട് പോയിരുന്ന ഞങ്ങൾ കണ്ടത്, കുട്ടികളുണ്ടാകുന്ന കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ അവരതിനകത്ത് ഒരുപാട് കാര്യം പഠിക്കുന്നുണ്ടെന്നുള്ള നമ്മൾ ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ പോലും പഠിച്ചു കൂടെ കുറെയൊക്കെ മനസ്സിലാവും, കുറെ കാര്യങ്ങൾ നമുക്കറിയാം. ഇത് എങ്ങനെയാ ഇത് അത് ചെയ്തെടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്. അതിനകത്ത് നോക്കിയപ്പോൾ ഒരു തമിഴാളൊക്കെ മലയാളി ഒരുത്തം വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ, അതെന്തോ തോന്നടാ. ഇവിടെ എങ്ങനെ അയാൾ വർക്ക് ചെയ്യും? ഈ നശിച്ചവന്മാരല്ലേ ഇവിടെ ഉള്ളത്. ഇവനിപ്പോഴും മറ്റേ മാസ് ബീജം വിട്ട് തീപ്പൊരിയും പാറി നിൽക്കുമല്ലേ ഇവിടെ ഉള്ളവന്മാർ. അതിനിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാതെ പോയതോ കൊള്ളാന്ന് മനുഷ്യനാകട്ടോ. തമിഴല്ലേ, മലയാളി അല്ലേ? ആ മലയാളിയൊക്കെ നല്ല അതിനകത്ത് എന്തിനാണോ അത് ഞാൻ മറന്നുപോയി. എന്താണെങ്കിലും ഇന്ത്യൻ കാർട്ടൂൺസ് ഭയങ്കര മോശം പരിപാടി. ചുമ്മാ ഭീമോ ചോട്ടാ ഭീം പോലത്തെ പരിപാടി കാണിക്കരുത്. മലയാളത്തിലെ പ്രോഗ്രാമേ കാണിക്കരുത്. മലയാളം പരിപാടിയെ കാണാതിരുന്ന കൊച്ചിന് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അല്ലെങ്കിൽ കൊച്ചു മറ്റേ ഇങ്ങനെയൊക്കെ കാണിച്ചു വല്ല റോക്കി ബായ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ് ഇത് അലിഞ്ഞിരുന്നത് ഊളായി പോകും കൊച്ചുങ്ങള്. അതേസമയം മറ്റേ ആ അവരുടെ ഇംഗ്ലീഷ് കാർട്ടൂൺസ് മാത്രം കണ്ടു വളർന്ന കൾച്ചറുള്ള നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഇംഗ്ലീഷ് എന്ത് നല്ല പരിപാടി അവര് ചെയ്യുന്ന കറക്റ്റ് ആണ്. ഇവിടെ പിള്ളേർക്കാന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ആ സർട്ടിഫിക്കറ്റ് എടുക്കാതെ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ തലവെട്ടി കളയുന്ന സീനാണ് ഇടുന്നത്. വലിയ മഹാനാണ് അവനെ തലയെ പൊക്കി പിടിച്ചോണ്ട് നടക്കും ഇവിടെ. ഈ തെണ്ടികളായി മാറി, മനസ്സിലായി, വെറും തെണ്ടികള്, മനസ്സിലായോ? പാരമ ചെറ്റ എന്നൊക്കെ പറയുന്നത്, ചെറ്റ എന്ന് പറയാൻ പാടില്ല, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ്. അതല്ല പാരമ പട്ടി. അയ്യോ പട്ടിയോടും പറയാൻ പാടില്ല. ഇവന്മാരൊക്കെ അതിലും മോശമാണ്, വെറും തീട്ടം. ഇവനൊക്കെ വെറും തീട്ടം. എനിക്കറിയത്തില്ല അതില്ല എന്തുകൊണ്ട് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നു. ആ സർട്ടിഫിക്കേഷൻ എന്താ കൊടുക്കാത്തെ? അല്ല നീ എന്താ ഏജ് റെസ്ട്രിക്ഷൻ വെക്കാത്തെ? അത് ചെയ്യാത്ത എന്താ? അതെന്താ സെൻസർ ബോർഡിന് അവിടെ മാത്രം ഒരു ചെറിയ കുമ്പിടില് വേറെ ആവശ്യമില്ലാത്തതിനെല്ലാം സെൻസർ ഉണ്ടാക്കാൻ ചെല്ലുമല്ലോ. അതും സെൻസർ ചെയ്ത് ആരാ നിൽക്കുന്ന നോക്കിയേ, ആരെ കൈ ചൂണ്ടി നിൽക്കുന്ന നോക്കിയാ മാസ് ലുക്ക് ഉണ്ടോ? കണ്ടോ 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 കൈ കാണിക്കുന്നുണ്ടോ? എന്താ പറയുന്നത് അറിയോ? കളിക്കരുത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഞാൻ എല്ലാം ഇപ്പൊ പറയുമെന്ന് അതൊക്കെ പുള്ളി പറയുന്നത്. പറയൂ, ഇരുന്നാ മതി, നോക്കി ഇരുന്നാ മതി. ആളാവാൻ വരരുത് എന്നൊക്കെ പറഞ്ഞ ആളെവിടെ? ആളാവാൻ വരരുത്. അത് ഡയലോഗ് പഠിച്ച് ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ്. പുള്ളി ഇപ്പോൾ സിനിമ ജീവിച്ചോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഇത് നല്ല കിടിലൻ പാർട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആളാണ് പ്രഭുദേവ, ബാബു ആന്റണി. കാരണം ഇവരൊന്നും അവരെ ഇതുവരെ പിടിക്കാൻ ആരെയും കിട്ടിയിട്ടില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നല്ലപോലെ ആക്ഷൻ ചെയ്യുന്നവനും നല്ലപോലെ ഡാൻസ് കളിക്കുന്നതായിട്ടുള്ള ആൾക്കാർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് ബാബു ആന്റണിയുണ്ട്, ഒന്ന് കണ്ട് പ്രഭുദേവയുണ്ട്. ഇവര് ഈ രീതിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു പോകും. ഈ ഇവന്മാരുടെ ആക്ഷൻ ആണോ ആക്ഷൻ? അല്ലെ ഡാൻസ് പ്രഭുദേവയുടെ അടുത്ത് വല്ല നിൽക്കുമോ? പ്രഭുദേവ കൊറിയോഗ്രാഫിയും ചെയ്യുന്നുണ്ട്, അല്ലാതെ മറ്റേ മണ്ണുണ്ണികളുടെ ഡാൻസ് പോലത്തെ ഡാൻസ് ഒന്നുമല്ല, കൂറ ഡാൻസ് അല്ല. അതുപോലെ തന്നെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചാടി തെറിക്കണം, അല്ല ചുമ്മാ ഇങ്ങനെ ഈ പിടുത്തോ ആക്ഷൻ. ഇവന്റെയൊക്കെ വിചാരം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ കുറെ പാവപ്പെട്ട ഡ്യൂപ്പുകൾക്ക് ഇറങ്ങി വീഴുന്നതിന്റെ ആക്ഷനാന്ന് പറയും ഇവിടെ ഊളകള്. എടോ അയാളൊക്കെ ചെയ്തോണ്ടിരുന്ന പരിപാടി എന്തോ സാധനമാണെന്നു. ഒരു ചാട്ടത്തിന് ഒരു മതിൽ ചാടി കടന്ന് ഇവിടെ വേറെ ഏതെങ്കിലും ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറിനെ കൊണ്ടല്ലേ പറ്റൂ? അതിനൊക്കെ അങ്ങനത്തെ ആൾക്കാർ തന്നെ വേണം. അല്ലാതെ ഈ എല്ലാം കൂടെ ഒരുത്തിനെ കൊണ്ട് ജയിക്കാൻ, എല്ലാം കുഞ്ചാക്കോവനെ കൊണ്ട് ജയിക്കണമെന്ന് നടക്കൂ. എല്ലാം ഇവിടെ ദിലീപിന്റെ ആക്ഷനും ഡാൻസും കാണണ്ടേ, കോമഡി. എനിക്ക് സത്യം പറഞ്ഞാൽ ദിലീപ് പറയുന്ന കോമഡിയൊക്കെ ഇഷ്ടം. ദിലീപിന്റെ ഡാൻസും ആക്ഷനും കാണുന്ന മാസമായിട്ടൊക്കെ വരത്തില്ല, ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ നോക്കത്തില്ല. അത് കാണുമ്പോൾ ചിരി വരും നമുക്ക്. അയ്യോ ചിരിച്ച് മരിക്കും അവിടെ. നമുക്ക് ശരിക്കും ദിലീപിനെ ശ്രദ്ധിച്ചിരിക്കണം. ദിലീപിന്റെ പടമൊന്നും ഞാനധികം കണ്ടിട്ടില്ല, പക്ഷെ ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ കോമഡി കാണിക്കാനാന്ന് പറഞ്ഞ പുള്ളി കാണിക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് ചിരിക്കാൻ പറ്റുന്നത് ഈ ഡാൻസ് വരുമ്പോഴാണ്. പിന്നെ സ്റ്റണ്ട്, ഇവരുടെ സ്റ്റണ്ടാ കാണുന്നത്. ഈ പിടുത്തോ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇടിച്ചോണ്ട് അപ്പൊ പിടിക്കുക. ലോകത്ത് വേറെ ഒരു സിനിമയിൽ ഈ പിടുത്തം ഉണ്ടാകത്തില്ല, മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. മലയാളം സ്പെഷ്യൽ പിടുത്തം അത്. ഇങ്ങനെ ഓടിക്കും, കെറിയും ഊളകള്. ഇത്രയും മണ്ടന്മാരെ താങ്ങി പിടിച്ചോണ്ടിരിക്കുക കുറെ പൊട്ടന്മാർ ഇവിടെ. ഏതാണ്ട് സൂപ്പർ സ്റ്റാർ ആണ് ഇവനൊക്കെ. സൂപ്പർ സ്റ്റാർ എടുത്തോണ്ട് പോടേ. കുറെ കൊല്ലമായി ഒരുത്തൻ സ്റ്റണ്ട് മാസ്റ്ററാ, മാഫിയ ശശി. എന്തോ സ്റ്റണ്ടെന്ന് നോക്കിയത് ഡിഷും 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 ചാടി അവിടെ ഓരോ ഗ്രൂപ്പുകൾ തെറിച്ച് വീഴുന്നുണ്ട്. അല്ലാതെ അവിടെ വലിയ ആക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. ഒന്നും എവിടെയാണ് ആക്ഷൻ?
ഈ മമ്മൂട്ടിയും മോഹൻലാൽ സുരേഷ് ഗോപി കാണിക്കുന്ന ആക്ഷനാന്ന് പറഞ്ഞാൽ ആര് സംഭവിക്കും? നമ്മൾ ലോകത്തുള്ള വേറൊരു സിനിമ കാണരുത്. അങ്ങനെയാണ് നായകന്മാര് കയറെ കിടന്നാടും, ഗ്രൂപ്പുകൾ തെറിച്ച് വീഴും, അവരെ കയറെ കെട്ടി എറിയും. അതാണ് മയാജിയുടെ ആക്ടൻ. തമിഴും കണക്കാ. പിന്നെ ഞാൻ ഇതുപോലെ വല്ല നായകനുണ്ടെങ്കിൽ ചാടി തൊഴിക്കാനൊക്കെ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അയാളൊക്കെ മാത്രം കെട്ടി തൂക്കിയായിട്ട് ആട്ടുണ്ട്. ബാബുവാന്റെ പടത്തിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ബാബുവാന്റെ ചവിട്ടി തെറിപ്പിക്കും പോലത്തെ ആക്ഷൻ ഒക്കെ പുള്ളി ചെയ്യും, ഗ്രൂപ്പുകളെ വലിച്ചെറിയേണ്ടി വരും. അല്ല നായകൻ അപ്പഴും നിലത്ത് നിന്നോളും വന്ന്. അതൊക്കെ ഇതുവരെ കണ്ടത് കേട്ടോ. അല്ലാതെ ഇവിടന്മാരെ കൊണ്ട് എന്തിനു കൊള്ളാം? മലയാള സിനിമയിൽ കൊള്ളാവുന്ന അടി കണ്ടേക്കുന്ന ചാപ്പാക്കുരിശിനകത്ത്. ആണോ? കിട്ടും. നല്ലടിയാ? നല്ലടി. റെയ്ഡ് സിനിമയ്ക്കകത്ത് പുറകെ പണ്ടത്തെ ഞാൻ ആ സിനിമ കണ്ടില്ല. വിനീത് ശ്രീനിവാസനും ഫാസിലല്ലേ? ശ്രീനിവാസൊക്കെ ഉള്ള പടം ആയതുകൊണ്ടായിരിക്കും ഞാൻ കാണാൻ. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല ഫൈറ്റ്. എനിക്ക് അവന്മാരുണ്ട്, എനിക്ക് ഇഷ്ടമല്ല. എന്താ നടത്തില്ല? എത്ര വർഷമായി പടം ഇറങ്ങിയിട്ട്? 2010 സമയത്ത് കണ്ടത് ഞാൻ. അന്ന് തനിക്ക് അന്നായതുകൊണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നോക്കണമല്ലോ. ഞാൻ പിന്നെ കണ്ടില്ല. ഈ പടം ഞാൻ കണ്ടില്ല, കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആണോ? കഥയല്ല എന്റെ കാര്യം. കാര്യം പിന്നെന്താ? അടിയാണോ? പിന്നെ വേറെയാ. ഇപ്പൊ ഈ കില്ലെന്ന് പറയുമ്പോൾ നല്ല ആക്ഷൻ. ഞാൻ കണ്ടില്ലടോ. പറഞ്ഞ അമ്മാതിരി അടിയാ. ചോരൊക്കെ തെറിക്ക് നമ്മള് പറഞ്ഞു വിഷ് ചെയ്തല്ലടാ. താലേക്കാരന് കെട്ടിയൊക്കെ തൂക്കി നമ്മള് പറഞ്ഞത് ഇത് ഇങ്ങനത്തെ സിനിമകൾ കാണാതെ നല്ല സിനിമകൾ കാണാം. അയ്യോ, അപ്പൊ ശരിയെന്നാ ഒന്ന് ശ്രദ്ധിക്കണേ അമ്പാനെ. കാരണം ഫോളോ ചെയ്യുന്ന സാധനങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്ട്സ്, അതുപോലെ തന്നെ പല ടൈപ്പ് ഓരോ ജോണർ ഉള്ള സംഭവങ്ങൾ ഒക്കെ എടുത്ത് വെക്കുക. അതിനകത്ത് ഇൻഫർമേഷൻസ് വേണം, എന്റർടൈൻമെന്റ് വേണം, അഡ്വഞ്ചർ വേണം, ആർട്ട് വേണം, പിന്നെ മ്യൂസിക് വേണം. ഈ പറഞ്ഞ പോലത്തെ ആർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന പെയിന്റിങ്സ് റിലേറ്റഡ് അതെല്ലാം എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ. ഞാൻ മറ്റേ ആൽഗോരിത്തിൽ പോയി ചാടുന്നത്. അതായത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഡക്ട്സിനെ നോക്കിയിരിക്കുന്ന സാധനത്തിൽ വീണ് പോയാൽ എന്താ പറ്റുന്ന വെച്ചാൽ കുറെ പരസ്യം കണ്ട് പൊട്ടനായി പോകും. വെറും കൺസ്യൂമർ മാത്രമായി പോകും. നിന്നെ കൊണ്ട് ഒരിക്കലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനും പറ്റത്തില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ ഇത് നോക്കി